അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദുറൂസുൽ ഇഹ്സാനാണ് 5ാം ക്ലാസ്സിലെ ആദ്യത്തെ പരീക്ഷ. അതിൻ്റെ 3 പാഠത്തിൻ്റെ റിവിഷൻ ഒരുമിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരത് പോയി കാണണം. ഇനി നമ്മൾ 4ഉം 5ഉം 5 പാഠങ്ങളെ പരീക്ഷയ്ക്കുള്ളത്. അതിൽ 4ഉം 5ഉം പാഠത്തിൻ്റെ റിവിഷനാണ് നോക്കുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറും പ്രധാനപ്പെട്ടത് മാത്രമേ പറയുന്നുള്ളൂ. ഒന്നാമത്തെ ചോദ്യം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഏത്? എത്ര സിമ്പിളാണല്ലേ, ഇസ്ലാം. പക്ഷേ ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു അറബിയും കൂടി പഠിക്കാണ്ട്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ്. ഇതും അതിൻ്റെ അർത്ഥം പഠിക്കാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അടുത്തത്, റിദ്ദത്ത് എന്നാൽ എന്ത്? അത് കുറച്ച് വലിയ ഉത്തരാണ്. പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ള മുസ്ലിം. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിയ്യത്ത് കൊണ്ടോ, അത് 3 ഒരുമിച്ച് പഠിക്കുക. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിയ്യത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതിനാണ് റിദ്ദത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിനി ഇസ്ലാമായിട്ട് ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ എന്ത് ചെയ്യുക? ഒരാൾ ഇസ്ലാമിനെ ഒഴിവാക്കുക, മുസ്ലിം ആണെന്നുള്ളത് ഇതിൽ നിന്ന് ഒഴിവാക്കുക. അതിനാണ് റിദ്ദത്ത് പറയാം. അപ്പോൾ ആൾ നരകത്ത് പോകുമെന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. എന്താണ്? പ്രായപൂർത്തിയും പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാന്നുമില്ല മുസ്ലിം. വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിയ്യത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമായുള്ള ബന്ധം മുറിക്കുന്നതിനാണ് റിദ്ദത്ത്. പഠിച്ചില്ലേ? അടുത്തത്, റിദ്ദത്തിൻ്റെ കാര്യങ്ങൾ, റിദ്ദത്തിൻ്റെ കാരണങ്ങൾ. റിദ്ദത്തിന് കുറേ കാരണമുണ്ട്. അതിൽ കുറച്ചെണ്ണം പഠിച്ചാൽ എല്ലാം കൂടി എഴുതാണ്ടാവില്ല. എന്തായാലും അള്ളാഹുവിനെ നിഷേധിക്കുക, അല്ല എന്ന് പറയാം. അപ്പോൾ എന്തായി? ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അള്ളാഹുവിൻ്റെ പ്രവാചകരെ നിഷേധിക്കുക, നബിനെ നിഷേധിക്കുക. അള്ളാഹുവിനല്ലാതെ സുജൂദ് ചെയ്യുക, അള്ളാഹ്ക്കല്ലാതെ വേറെ എന്തെങ്കിലും കല്ലിനോ മരത്തിനൊക്കെ സുജൂദ് ചെയ്യുക. 5 നേരത്തെ ഫർദ് നിസ്കാരം പോലെയുള്ള കാര്യങ്ങൾ നിഷേധിക്കുക. അപ്പോൾ നിസ്കാരമൊന്നും ഇല്ല എന്ന് പറയാം. 5 നേരത്തെ ഫർദ് നിസ്കാരം അങ്ങനൊന്നും ഇല്ല എന്ന് പറയാം. അങ്ങനെ എന്തെങ്കിലും. വിവാഹം, കച്ചവടം പോലെയുള്ള ഇസ്ലാമിൽ ഹലാലായ കാര്യങ്ങൾ ഹറാമാണെന്ന്. അപ്പോൾ അള്ളാഹു നമുക്ക് ഹലാലാക്കിയ കാര്യമാണ് കച്ചവടം നടത്തുക. അപ്പോൾ അത് കച്ചവടം നടത്താൻ പാടില്ല, ഹറാമാണെന്ന് പറയാം. അങ്ങനെയൊക്കെ പറ്റൂല, അതൊക്കെ ഹറാമാണ്. അല്ല, അതൊക്കെ റിദ്ദത്താണ്. അതുപോലെ വ്യഭിചാരം, മദ്യപാനം പോലെയുള്ള ഇസ്ലാമിൽ ഹറാമായ കാര്യങ്ങൾ ഹലാലാണ്. അപ്പോൾ ഹറാമായ കാര്യം ഹലാലാണെന്ന് പറയലും ഹലാലായ കാര്യം ഹറാമാണെന്ന് പറയും. രണ്ടും റിദ്ദത്താവും. മുസ്ലിമിനെ കാഫിറാക്കാം. ശർഈ ഇൽമുകൾ എഴുതപ്പെട്ടതിന് മാലിന്യത്തിലിടുക എന്നിവ റിദ്ദത്തിൻ്റെ കാരണങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അടുത്തത് പൂരിപ്പിക്കാനാണ്. തവഫനി മുസ്ലിമൻ, അതും അതിൻ്റെ അർത്ഥം പഠിക്കണം. തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്താ വായിക്കുക? വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലിഹീങ്ങളോടൊപ്പം ചേർക്കുകയും ചെയ്യണമേ. എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലിഹീങ്ങളോടൊപ്പം ചേർക്കുകയും ചെയ്യണമേ. പഠിച്ചില്ലേ? അടുത്തത്, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അതും അതിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി നമ്മൾ ആരാണ് മുർത്തദ്? അതിൽ പറയാത്ത ചോദ്യം, ആരാണ് മുർത്തദ്? റിദ്ദത്ത് സംഭവിച്ചയാളാണ് മുർത്തദ്. റിദ്ദത്ത് സംഭവിച്ച ആളാണ് മുർത്തദ്. അതേപോലെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, കുഫ്രിൻ്റെ ഇനത്തിൽ ഏറ്റവും ഗുരുതരമായതാണ് ഏത്? റിദ്ദത്ത്. പഠിച്ചു വെക്കുക. കുഫ്രിൻ്റെ ഇനത്തിൽ ഏറ്റവും ഗുരുതരമായതാണ് റിദ്ദത്ത്. വേറൊന്ന് പഠിക്കാനുള്ളത്, എല്ലാ നന്മകളുടെയും പ്രതിഫലം നഷ്ടപ്പെടും. എപ്പോൾ? മുർത്തദ്ദായാൽ. ഇനി ഒരാൾ മുർത്തദ്ദായി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ ഓൻ്റെ മേലിൽ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. അവൻ്റെ മേൽ മയ്യത്ത് നിസ്കരിക്കാനോ മുസ്ലിങ്ങളുടെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യുകയോ ഇല്ല. പിന്നെ അവൻ ശാശ്വതമായി നരകത്തിൽ വസിക്കുകയും ചെയ്യും. അള്ളാഹു കാക്കട്ടെ. അവൻ കാലാകാലവും നരകത്തിലായിരിക്കും. ആര്? മുർത്തദ്. അപ്പോൾ റിദ്ദത്തിൻ്റെ കാരണങ്ങൾ 2, അറബിയും അതിൻ്റെ മീനിങ്, പിന്നെ എന്താണ് റിദ്ദത്ത്, റിദ്ദത്ത് സംഭവിച്ചാൽ അയാൾ എന്ത് പറയും, ഇതൊക്കെ നമ്മൾ പഠിച്ചു. നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാണ്. 5ാമത്തെ പാഠം, അൽ ജിന്നു വ ഷെയ്ത്താനും. ഷെയ്ത്താനും ജിന്നും, ജിന്നും ഷെയ്ത്താനും. ചോദ്യത്തിൽ നോക്കാം നമുക്ക്. ഫസ്റ്റ് ചോദ്യം എന്താ? ജിന്നുകൾ എന്തുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്? ഉത്തരം വളരെ സിമ്പിളാണ്, തീ കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അടുത്ത, പിശാചുക്കളുടെ ഏറ്റവും വലിയ ധിക്കാരി ആര്? പിശാചുകളുടെ ഏറ്റവും വലിയ ധിക്കാരിയാണ് ഇബ്ലീസ്. കണ്ടോ? വലിയ ധിക്കാരി നിഷേധിയുമാണ് ഇബ്ലീസ്. അടുത്തത്, ആരാകുന്നു ഷെയ്ത്താന്മാർ? ആരാകുന്നു ഷെയ്ത്താന്മാർ? ഇതാ,
ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു വിഭാഗമാണ് ശൈത്താന്മാർ. കാണാതെ പഠിക്കണം. പിശാചുക്കൾ ആരാണ്? ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു വിഭാഗമാണ് ശൈത്താന്മാർ. അടുത്ത ചോദ്യം, കാണാതെ പഠിക്കാൻ അറബി. ഇത് മൂന്നിനെയും കാണാതെ പഠിക്കണം, അറബിയും അതിലെ മീനിങ്ങും. ഫസ്റ്റത്തെ നോക്കാം. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും എനിക്ക് ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹു പറഞ്ഞു. അപ്പോൾ അർത്ഥവും പഠിക്കുക, അറബിയും പഠിക്കുക. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും എനിക്ക് ആരാധിക്കാൻ വേണ്ടിയല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല. അടുത്ത് പിന്നെ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ആരാണ് ജിന്നുകൾ? ജിന്നുകൾ സാധാരണഗതിയിൽ നമുക്ക് കാണാൻ കഴിയാത്ത സൃഷ്ടികളാണ്. അപ്പം നമുക്ക് സാധാരണഗതിയിൽ കാണാൻ കഴിയാത്ത സൃഷ്ടികളാണ് ജിന്നുകൾ. മനുഷ്യരെ പോലെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് ജിന്നുകളെയും അവൻ സൃഷ്ടിച്ചത്. ജിന്നുകളെ സൃഷ്ടിച്ചത് എന്തിനാണ്? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നോക്കിക്കോ, ഇവിടെ വേറെ ഒന്നാണ് അറബി പഠിക്കാനുള്ള. ഇന്ന ശൈത്വാന യജ്രി മിനൽ ഇൻസാനി മജ്റദൻ. മനുഷ്യന്റെ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്ന ഇടത്തെല്ലാം പിശാച് സഞ്ചരിക്കും. അതായത് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ രക്തം പോകണമെന്നില്ലേ, ഇതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ രക്തം ഉണ്ടല്ലോ, ഈ രക്തം പോകുന്നിടത്തൊക്കെ പിശാച് എന്താവും? സഞ്ചരിക്കും. അതാ പറയുന്നത്, മനുഷ്യന്റെ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്നിടത്തെല്ലാം പിശാച് സഞ്ചരിക്കും. എന്താ അതിൻ്റെ അറബി? ഇന്ന ശൈത്വാന യജ്രി മിനൽ ഇൻസാനി മജ്റദൻ. അടുത്തത് വേറെ അറബി പഠിക്കാനുള്ള. ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. പിശാച് മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ്. അറബി പഠിക്കുക. ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. പിന്നെ ഇവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? ജിന്നുകൾക്ക് ഏത് രൂപത്തിലും പ്രത്യക്ഷപ്പെടാൻ കഴിയും. അപ്പൊ ജിന്നുകളുടെ പ്രത്യേകത 3 എഴുതുക, പരീക്ഷയ്ക്ക് ചോദ്യം വരും. അവർ ഭക്ഷണം കഴിക്കും. ആര്? ജിന്നുകൾ. പിന്നെ എത്ര പ്രയാസമുള്ള ജോലികളും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. എളുപ്പമുള്ള പഠിച്ചാൽ മതി. അവർ വിവാഹം ചെയ്യാറുണ്ട്. അവർക്ക് സന്താനങ്ങൾ ഉണ്ടാവും. അവർക്ക് നമ്മെ കാണാം. ഇത് 3 എളുപ്പമുള്ള കേട്ടോ. അവർ വിവാഹം ചെയ്യും, അവർക്ക് സന്താനങ്ങളുണ്ടാകും, അവർക്ക് നമ്മെ കാണാൻ കഴിയും, പിന്നെ അവർ ഭക്ഷണം കഴിക്കും. എളുപ്പമുള്ള പഠിക്കുക. അടുത്ത നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകളിലേക്കും കൂടിയുള്ള പ്രവാചകരാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ചോദ്യം വരും, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡാഷ് കൂടിയുള്ള പ്രവാചകരാണ് ജിന്നുകളിലേക്ക്. മനുഷ്യരെ പോലെ മതനിയമങ്ങൾ ജിന്നുകൾക്കും ബാധകമാണ്. അവരിൽ വിശ്വാസികളും അല്ലാത്തവരുമുണ്ട്. അപ്പോൾ ജിന്നിലുണ്ട് ആര്? വിശ്വാസികളുണ്ടാവും, വിശ്വാസികളല്ലാത്തവരും ഉണ്ടാകും. പഠിച്ചില്ലേ? അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് കാണാൻ കഴിയാത്ത സൃഷ്ടികളാണ് ആര്? ജിന്നുകൾ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ.